നമ്മുടെ മീഡിയാസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലും ഒരു കാര്യം ട്രെൻഡിങ്ങിലോട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നെഗറ്റീവ് വശം കണ്ടെത്തിയിട്ട് അതിനെ അങ്ങോട്ട് കൂടുതൽ വീർപ്പിച്ചിട്ട് ന്യൂസ് ഇറക്കിക്കൊണ്ടിരിക്കും. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നല്ല രീതിക്ക് പേടി വരും. സത്യം പറഞ്ഞാൽ അവരുടെ പ്രേക്ഷകരെ പേടിപ്പിക്കുക എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു ഇൻറ്റൻഷൻ മാത്രമായിരിക്കാം അവർക്കുള്ളത്. അതിൽ കൂടുതൽ എന്താണ് കിട്ടുക എന്നുള്ളത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ അവസാനമായിട്ട് ആ ഒരു പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോട്ടോ ലാബാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഫോട്ടോസ് നിങ്ങളുടെ കൂട്ടുകാരുടെയും ഇൻസ്റ്റഗ്രാമിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാർ ഓൾറെഡി ഫ്രണ്ട്സ് ചെയ്തതുകൊണ്ട് അവരടുത്ത് ചോദിച്ചിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഫോട്ടോ ലാബാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളും ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴും പക്ഷേ കുറേ ആൾക്കാർക്ക് ആ ഒരു ആപ്പിൽ എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ചെയ്തതെന്ന് അറിയാം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതിന് മുന്നേ ഈ ഒരു ഇൻട്രോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഭയം കളയാൻ വേണ്ടിയാണ്, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ AI ടൂൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി ഭാവിയിൽ ഇതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ട് നമ്മുടെ ഫോട്ടോസ് കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ, അല്ലാണ്ട് പിന്നെ അതിന് കുറ്റം പറയുന്നത് എന്തിനാ? ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ലാബ് ഇൻസ്റ്റാൾ ചെയ്തു, ഇതേപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, മെസ്സഞ്ചർ, അതുപോലെ തന്നെ വാട്സപ്പ്, ഇതിലെല്ലാം തന്നെ നമ്മുടെ മീഡിയ ആക്സസിബിലിറ്റി നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ ഈ ആപ്പുകളൊന്നും തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഉറപ്പായിട്ടും അവർക്കും വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അവരൊന്നും പറയുന്നില്ല. പിന്നെ ഈ മീഡിയ ഇങ്ങനെ ഒരു സംഭവം ട്രെൻഡിങ് വരുമ്പോഴത്തേക്ക് ഇനി അടുത്ത ദിവസം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം AI കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പോൾ അവർ അടുത്ത ഇൻസ്റ്റാഗ്രാമിനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് വീഡിയോസ് ഇറക്കാൻ ചാൻസ് ഉണ്ട്. അവരെപ്പോഴും നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്രെൻഡിങ് എന്ത് സംഭവം ഉണ്ടോ അതെടുത്തിട്ട്, പ്രത്യേകിച്ച് ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ആൾക്കാർ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർ ആ ഒരു നെഗറ്റീവ് കാര്യം എടുത്തിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവർക്ക് കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ള അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള അവയർനെസ് അവർക്ക് കൊടുക്കാമെങ്കിൽ ഓൾറെഡി അവർക്ക് പറയാം, ഇതുപോലെ വാട്സപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യൽ, ഇതൊക്കെ തന്നെ നമ്മുടെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. എന്തായാലും ഇനി ഞാൻ കാണിച്ചു തരാൻ പോണ നമ്മുടെ ഫോട്ടോ ലാബിൽ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫോട്ടോ ലാബ്. പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ കണ്ട കാറ്റഗറീസ് ഉണ്ട്, ഇൻസ്റ്റാ ലുക്ക് ഉണ്ട്. ആ ഇൻസ്റ്റാ ലുക്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സ്റ്റാറ്റസിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന ആ കുറേ ക്യാരക്ടേഴ്സാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വെച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അതിലോട്ട് അങ്ങോട്ട് പോവുക. ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ കണ്ടോ, ഈ ഒരു പച്ച ബട്ടൺ അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ്. ഒരു 10 സെക്കൻഡ് അങ്ങോട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കിക്കോ, റിസൾട്ട് വരും. ഇതേ കണ്ടോ, എൻ്റെ സിസ്റ്ററിൻ്റെ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ആഡും വാട്ടർമാർക്കൊന്നും വേണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഫോട്ടോ. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാം. കൂടാതെ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് കണ്ടോ ഈ ഒരു ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ സാധനം അങ്ങോട്ടുണ്ട്, ഇമേജ് സേവ് ആയിട്ടുണ്ട്. എന്നാൽ വാട്ടർമാർക്ക്, ഈ ഒരു ഫോട്ടോ ലാബിൻ്റെ വാട്ടർമാർക്ക് വരും. ഇനി ഈ വാട്ടർമാർക്ക് കളയാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്നാപ്സീഡ്, 2 അല്ല, ഇതുപോലെ പല ഓപ്ഷൻസും ഉണ്ട്. ഒന്ന് ഈ ഒരു സ്നാപ്സീഡിൽ വന്നതിന് ശേഷം ടൂൾസിലേക്ക് പോവുക. അവിടെ നമുക്ക് ഈ ഒരു ഹീലിംഗ് ടൂൾ കാണാം. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അത് അങ്ങോട്ട് പോകും. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കുറച്ച് ഒരു വൃത്തിയില്ലാത്ത രീതിക്കാണ് ആക്ച്വലി ഹീൽ ആവുന്നത്. നിങ്ങൾ കുറച്ചൊക്കെ നല്ല രീതിക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നല്ല രീതിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു ആപ്പ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, പിക്സാർട്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതും പെയ്ഡ് ആണ് കേട്ടോ. നമ്മൾ പെയ്ഡ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഉറപ്പായിട്ടും മോഡ് ഫയലൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. എന്നാലും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കാണിച്ചു തരാം. ഈ ഒരു റിമൂവ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ നമുക്ക് ഹീൽ ചെയ്യേണ്ടത് അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റിമൂവ് ചെയ്യുക. ഇതേ നോക്കിക്കോളൂ, കണ്ടോ പക്ക സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും നമ്മൾ ഈ ഒരു പിക്സാർട്ട് യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഫോട്ടോ ലാബിൽ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു AI ക്യാരക്ടേഴ്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ അങ്ങനെ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചേഴ്സ് ഇതിലൊക്കെ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.